സംസ്ഥാനത്ത് വീണ്ടും നിപ മരണം. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിയുടെ മരണം നിപ കാരണമെന്ന് സ്ഥിരീകരിച്ചു. മഞ്ചേരിയിൽ നടത്തിയ പ്രാഥമിക പരിശോധനാ ഫലം പോസിറ്റീവായി. അന്തിമ പരിശോധനയ്ക്കായി സ്രവ സാമ്പിൾ പുനെയിലേക്ക് അയച്ചു. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്ത് നമുക്കൊപ്പം ചേരുകയാണ്. ശാന്തകുമാർ, പ്രാഥമിക പരിശോധനാ ഫലം പോസിറ്റീവായിരിക്കുന്നു. പുനെ വൈറോളജി ലാബിലേക്ക് സാമ്പിൾ അയച്ചിരിക്കുകയാണ്. മറ്റൊരു മരണം കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? പിന്നീട് ഏറെ ആശങ്ക തന്നെയാണ്. നിപ മൂലം ഒരു ആൾ കൂടി മരണം സംഭവിച്ചിരിക്കുന്നു. പാലക്കാട് മണ്ണാർക്കാട് സ്വദേശി, കുമരംപുത്തൂർ സ്വദേശിയാണ്. അദ്ദേഹമാണ് ഇന്നലെ വൈകിട്ട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ മരണം സംഭവിച്ചത്. മരണം വളരെ പെട്ടെന്ന് മരണം സംഭവിച്ചതോടുകൂടി ഇതിന്റെ രോഗലക്ഷണങ്ങൾ നിപ്പയാണെന്നുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ തന്നെ മഞ്ചേരിയിലെ ലാബിലേക്ക് ഇതിന്റെ സ്രവ പരിശോധനയ്ക്ക് അയച്ചത്. ഇന്നലെ രാത്രി തന്നെ അത് പോസിറ്റീവ് ആവുകയും ചെയ്തു. അതായത് മഞ്ചേരിയിൽ നിന്നുള്ള പ്രാഥമിക പരിശോധന പോസിറ്റീവാണ്. തുടർന്ന് അതിന്റെ ഒരു അന്തിമ തീരുമാനമാവുന്നതിന് അന്തിമ ഫലം ലഭിക്കേണ്ടത് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ്. അതിനുവേണ്ടി പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും ഈ സ്രവം പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോട് കൂടി മാത്രമേ അതിന്റെ ഫലം അറിയുകയുള്ളൂ. എന്തായാലും ഈ കുമരംപുത്തൂർ പ്രദേശത്തെ ഈ മരിച്ച 52കാരന്റെ വീടിന് സമീപത്തെ ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ ഇപ്പോൾ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പ്രാഥമികമായി ഈ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള അന്തിമ ഫലം വന്നതിന് ശേഷം മാത്രമേ കർശന നിയന്ത്രണത്തിലേക്ക് പോവുകയുള്ളൂ. ഒപ്പം തന്നെ ഇവരുടെ ഒരു റൂട്ട് മാപ്പ്, അതുപോലെ തന്നെ സമ്പർക്ക പട്ടിക, ഇവയെല്ലാം ഇപ്പോൾ ആരോഗ്യവകുപ്പ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പോലീസും ആരോഗ്യവകുപ്പും അതിനുള്ള തീവ്ര പരിശ്രമത്തിൽ തന്നെയാണ്. എന്തായാലും ഇവരുടെ മൃതദേഹം അല്പസമയത്തിനകം പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അത് കോവിഡ് പ്രോട്ടോകോൾ പ്രകാരമാണ് സംസ്കാര ചടങ്ങുകളെല്ലാം നടത്താൻ കഴിയുള്ളൂ. അപ്പോൾ അവയെല്ലാം ആരോഗ്യവകുപ്പിന്റെയും പോലീസിന്റെയും നിയന്ത്രണത്തിലാണ് തുടർ നടപടികൾ, സംസ്കാര ചടങ്ങുകളും നടക്കുന്നത്. കർശന നിയന്ത്രണവും അതുപോലെ തന്നെ ജാഗ്രതയും ഇപ്പോൾ ഈ കുമരംപുത്തൂർ മേഖലയിൽ നൽകിയിട്ടുണ്ട് ആരോഗ്യവകുപ്പ്. എന്തായാലും ഒരു നിപ്പ മൂലം ഒരു മരണം കൂടി കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു. ബിനൽ, ഓക്കെ, കേരളത്തിൽ ഒരു മരണം കൂടി നിപ ബാധിച്ച് സംഭവിച്ചിരിക്കുന്നു. മരണം നിപ ബാധിച്ചാണ് എന്നുള്ളത് പ്രാഥമിക പരിശോധനയിൽ സ്ഥിരീകരിച്ചിരിക്കുന്നു. വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടി പുനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സ്രവ സാമ്പിൾ അയച്ചിരിക്കുകയാണ്. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.